ന്യൂ ബോൺ എന്ന് പറയുമ്പോൾ ന്യൂ ബോൺ ബേബീസ് അറിയാലോ, അതായത് പുതിയ നമ്മളുടെ ലോകത്തിലേക്ക് വരുന്ന കുഞ്ഞു കുട്ടികൾ. അപ്പം അതുപോലെ തന്നെയാണ് ഈ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിഷ്കളങ്കമായിട്ടുള്ള ഒരു കുട്ടിയെ നമുക്കിവിടെ കാണുവാൻ വേണ്ടി കഴിയുന്നുണ്ട്. അതായത് അവരുടെ മനസ്സിൻ്റെ ഉള്ളിലൊന്നുമില്ല, അല്ലെങ്കിൽ അവർക്ക് വലിയൊരു ഭയങ്കര ഒരു വാശിയായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് എനിക്കിവിടെ കാണുന്നില്ല. ദേഷ്യം ഇപ്പോഴുള്ളതായിട്ട് കാണിക്കുന്നില്ല. അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും എല്ലാം അലിഞ്ഞു പോയിരിക്കുന്നു, അല്ലെങ്കിൽ അവരൊരു പുതിയൊരു കുട്ടിയായിട്ട് തിരിച്ചു വരാൻ വേണ്ടി താല്പര്യപ്പെടുന്നുണ്ട് എന്നതാണ് ഈ ഒരു റീഡിങ് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നത്. വളരെ നല്ലൊരു റീഡിംഗ് ആണ്. കാരണം ഒരുപാട് പോസിറ്റീവ് എനർജീസ് എനിക്കിങ്ങനെ നമുക്കിങ്ങനെ റീഡിങ് വായിക്കുന്നതിലൂടെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഈ ഒരു സമയത്തെന്ന് പറയുമ്പോൾ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഈ ബന്ധത്തിൽ ആഗ്രഹിക്കുന്നത്, കാരണം ഇതുവരെ ആദ്യത്തെ ആ തുടക്ക സമയങ്ങളിലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് മറക്കാനുള്ള ഒരു സമയം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മനസ്സും ഉണ്ടായിരുന്നു. പക്ഷേ ഈ സമയം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ഒരു വ്യക്തിയോട് അത്രത്തോളം അതിൻ്റെ അകത്ത് അഡിക്റ്റ് ആയി പോയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നത് ഒരുപാട് സ്നേഹമാണ്, അതുപോലെ തന്നെ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് കൂടിയാണ്. ആരോഗ്യപരമായിട്ട് നല്ല രീതിക്ക് മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഒരുപാട് സെലിബ്രേഷൻസ് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം നിങ്ങൾ ഈ ബന്ധം ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് ആ വ്യക്തിക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സെന്താണ്, നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണ് എന്ന് പോലും ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു നിമിഷം തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ മാനസികാവസ്ഥ ഇപ്പം ആ ഒരു വ്യക്തിയോട് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു നീറിപ്പുകയുന്ന ഒരു സമയമാണ്. കാരണം ഇത്രയും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ എനിക്ക് ആ വ്യക്തിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു മാനസികാവസ്ഥ, അല്ലെങ്കിൽ ആ വിങ്ങി പൊട്ടുന്ന ഒരു മാനസികാവസ്ഥയിലാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിൽക്കുന്നതെന്നാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പം അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് പറയുമ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ നിങ്ങളാണ് ഈ ഒരു സമയത്ത് ബ്രേക്കപ്പിൻ്റെ ആണെങ്കിൽ പോലും നിങ്ങൾ ആ ഒരു വ്യക്തിനെ വിട്ടുകളയാൻ വേണ്ടി തയ്യാറല്ലായിരുന്നു. അവർക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ വേണ്ടി വീണ്ടും നിങ്ങളൊരു താല്പര്യ കക്ഷികളായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലും ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നതാണ് ഏറ്റവും മഹത്തായ ഒരു കാര്യം. അല്ലെങ്കിൽ അത് തന്നെയാണ് ഒരു കർമ്മ കിട്ടുമ്പോൾ, അല്ലെങ്കിൽ എന്താ പറയുക, അവരുടെ ജീവിതത്തിൽ പല പാഠങ്ങളും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സമയമാണ്. ഇപ്പം ഈ ഒരു സമയത്ത് ആരുമില്ല, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ഒന്നിനെയാണ് തള്ളിക്കളഞ്ഞത് എന്ന് ഈ ഒരു സമയത്ത് അവർ മനസ്സിലാക്കുന്നു എന്നതാണ് യൂണിവേഴ്സൽ മെസ്സേജായിട്ട് നമുക്ക് കിട്ടുന്നത്. ഇന്നത്തെ ഒരു റീഡിങ് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും അപ്പോൾ ബൈ.